ചേട്ടാ എന്താ പറ്റിയേ? ഒരാള് പാലത്തിന്ന് എടുത്ത് ചാടി. എത്ര ഒരു ഗിവ് അവേ, അതായത് ഒരാൾക്ക് ഇവിടെ വന്ന് കൊച്ചി മച്ചാൻ ആൻഡ് വെൽക്കം ബാക്ക് ടു അനദർ വ്ളോഗ്. അപ്പോൾ ഞാൻ ഇന്ന് എൻ്റെ ജീവിതത്തിൽ ഒരു പെർമനൻ്റ് ആയിട്ടുള്ളൊരു കാര്യം ചെയ്യാൻ പോകട്ടെ, എൻ്റെ മേത്ത്. അപ്പോൾ അതൊക്കെ നമ്മൾ ഞാൻ വഴിയെ പറഞ്ഞുതരാം. അപ്പോൾ ചാനലൊക്കെ ആദ്യമായിട്ട് കാണണമെങ്കിൽ എന്തായാലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. ബെല്ലൈക്കൻ ഞെക്കി അടുത്ത വീഡിയോ ചെയ്യുമ്പോൾ ബെല്ല് നിങ്ങൾ അറിയിക്കട്ടോ. അപ്പോൾ ഇന്ന് നമ്മുടെ അപ്പോൾ നമ്മുടെ ഡുക്കാറ്റിൻ്റെ ഇതിൻ്റെ വീഡിയോ കാണാത്തവരും മേളിൽ ഇപ്പോൾ ലിങ്ക് വരും, അതിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് ഇതിൻ്റെ റിവ്യൂ വീഡിയോ ഞാൻ ഫുൾ കംപ്ലീറ്റ് ഡീറ്റെയിൽ ആയിട്ട് ഞാൻ ചെയ്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ മോജോ ചെയ്യണം. അപ്പോൾ നമ്മളിന്ന് ഡുക്കാറ്റിയായിട്ട് പുറത്തേക്കാണ്. അപ്പോൾ നമുക്ക് നേരെ പോകാം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ പരിപാടി എന്ന് വെച്ചാണ്ടല്ലോ, ഞാൻ എൻ്റെ ശരിക്കും പറഞ്ഞാൽ 100K സബ്സ്ക്രൈബേഴ്സ് ആയപ്പോൾ ചെയ്യാൻ ഇരുന്നൊരു കാര്യമാണ്. അതായത് ഞാൻ ടാറ്റു ചെയ്യാൻ എൻ്റെ ലെഫ്റ്റ് ഹാൻഡിൽ ഒരു ചെറിയൊരു ടാറ്റു ചെയ്യണമെന്നായിരുന്നു. അത് പിന്നെ അങ്ങ് വിട്ടുപോയി. കുറേ നാളിങ്ങനെ പോയി ഇപ്പോൾ എനിക്ക് നമ്മുടെ ഒരു ഫ്രണ്ടിൻ്റെ ഒരു ടാറ്റു സ്റ്റുഡിയോ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അവൻ തുടങ്ങിയിട്ട് കുറച്ച് നാളായി. അപ്പോൾ ആൾ പറഞ്ഞു, ബാ എന്തായാലും കുറേ നാൾ മുമ്പ് ആഗ്രഹിച്ച കാര്യമല്ലേ, നമുക്കത് ചെയ്ത് കളയാമെന്ന് പറഞ്ഞത്. അപ്പോൾ ഞാൻ എൻ്റെ മനസ്സിലുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഞങ്ങളൊരു ടാറ്റു ഡിസൈൻ ചെയ്തു. ആദ്യം നമുക്ക് വേറെ കുറേ നെറ്റിൽ നോക്കിയാൽ കുറേ ടാറ്റൂസ് കിട്ടും നമുക്ക് അടിക്കാൻ, നമുക്ക് ഇഷ്ടപ്പെട്ട. പക്ഷേ നമ്മളായിട്ട് ക്രിയേറ്റ് ചെയ്യുമ്പോൾ അതിൻ്റെ ഒരു ഫീല് വേറെയാണ്. ഞാനൊരു ടാറ്റു ഡിസൈൻ ചെയ്തു, ആളുടെ അടുത്ത് പറഞ്ഞു കൊടുത്തു എൻ്റെ ഐഡിയ. അപ്പോൾ അത് വെച്ചിട്ട് ആൾ നമുക്കൊരു ടാറ്റു ഡിസൈൻ ചെയ്ത് തന്നിട്ടുണ്ട്. അപ്പോൾ അതാണ് ഞാനിന്ന് ചെയ്യാൻ പോണേ. ഭയങ്കര വേദനയാണ് സംഭവം എന്നൊക്കെ കേട്ടിട്ടുള്ളത്. അപ്പോൾ ജസ്റ്റ് നിങ്ങളുടെ ഒപ്പം ആ ഒരു എക്സ്പീരിയൻസ് ഷെയർ ചെയ്യാമെന്ന് ചോദിച്ചിട്ടോ. അപ്പോൾ ഇതിൻ്റെ വീഡിയോ ഒക്കെ ഞാൻ ചെയ്തു. നല്ല വണ്ടിയാണ്, പക്ഷേ സിറ്റിയിൽ ഓടിക്കാൻ നമുക്ക് അത്ര ഒരു കംഫർട്ടുള്ള കാര്യമൊന്നും പറയില്ല ഞാൻ. കണ്ടോ, വണ്ടി അടിപൊളിയാണ്. പക്ഷേ ഇങ്ങനെ ഷോർട്ട് റണ്ണിനൊന്നും നമുക്കത്ര ഒരു സുഖം ഉണ്ടാവില്ല. കാര്യം ഡുക്കാറ്റി ഹീറ്റ് അത് ഇതെന്നൊക്കെ പറഞ്ഞ് കുറേ കാര്യം ഉണ്ടാവും. ബട്ട് സ്റ്റിൽ എ ഫൺ ടു റൈഡ് മോട്ടോർ സൈക്കിളാണ് നമ്മുടെ മൾട്ടി സ്റ്റാർഡർ 950. ഇവിടെ എന്തോ പറ്റിയിട്ടുണ്ടല്ലോ. ചേട്ടാ എന്താ പറ്റിയേ? കേറിയാ? ആള് വെള്ളത്തിലെടുത്ത് ചാടിയേ. എന്ത് വിഷമോ അത്. ഒരാള് പാലത്തിന്ന് എടുത്ത് ചാടി. എത്ര ആ പുള്ളിയാന്ന് തോന്നണോ. എൻ്റെ മോനെ, എങ്ങനെ പാലത്തിൽ നിന്നൊക്കെ എടുത്ത് ചാടാൻ തോന്നണേ. ഈശ്വര, ഒരാൾ ചാടി, ആളെ കയറി. അത് അവിടെ ഇരിക്കുന്നുണ്ട്. ആളെ കയറ്റി. അറിയില്ല, പോലീസുകാരൊക്കെ ഉണ്ട്. എൻ്റെ മോനെ, ഭാഗ്യട്ടോ പുള്ളിക്ക് ജീവനുണ്ട്. എന്തിനാണോ എടുത്ത് ചാടിയ വെള്ളത്തിൽ. രക്ഷപ്പെട്ട ആള്. ലെറ്റ്സ് ഗോ. ദിസ് ഈസ് ദ ഓൾഡ് തേവര ബ്രിഡ്ജ്. ഇതിപ്പോൾ ആൾക്കാർ മീൻ പിടിക്കാനും ബൈക്കുകാർ മാത്രമേ തന്നെ മേളിൽ കൂടെ പോകാറുള്ളൂ. വലിയ വണ്ടികളൊക്കെ പൂട്ടി. അപ്പം നമ്മുടെ പള്ളിമുക്ക് സിഗ്നൽ കേട്ടോ. പള്ളിമുക്ക് സിഗ്നൽ കഴിഞ്ഞിട്ട് ഇത് ഇവിടെ തന്നെയാണ് നമ്മുടെ ടാറ്റു സ്റ്റുഡിയോ. ഇതാണ് കേട്ടോ നമ്മുടെ ടാറ്റു സ്റ്റുഡിയോ. അപ്പോൾ ഇതാട്ടോ നമ്മുടെ ടാറ്റു സ്റ്റുഡിയോ, നമ്മുടെ നേറ്റീവ് ഇങ്ക് ടാറ്റു സ്റ്റുഡിയോ. ഇവിടെയാണ് ഞാൻ വന്നേക്കണത്. നമ്മുടെ മേളിൽ നമ്മുടെ അഖിൽ എന്നാണ് ആളുടെ പേര് കേട്ടോ. ആളുടെ ഞാൻ കാണിച്ചിട്ട് ആളുടെ മോജോ ഉണ്ട്. മോജോ ട്രൈബിലുള്ള പുള്ളിയാണ്. അപ്പോൾ നമ്മുടെ മൾട്ടി അവിടെ ഇരിപ്പുണ്ട്. അപ്പോൾ ദിസ് ഈസ് അഖിൽ എല്ലാം സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്. അപ്പോൾ അഖിലേ, നമ്മുടെ ആ ഡിസൈൻ ഒന്ന് കാണിച്ചേ. നമ്മുടെ ഇപ്പോൾ നമ്മൾ കസ്റ്റമായിട്ട് ചെയ്യാൻ പറ്റില്ല. നമ്മളിവിടെ കസ്റ്റമായിട്ട് നമ്മൾ പറഞ്ഞാൽ നമുക്ക് ആവശ്യമുള്ള സാധനം കണ്ടോ, ഇതാണ്. ഇത് ശരിക്കും എൻ്റെ ഹെൽമെറ്റ് നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ മനസ്സിലാവും. എൻ്റെ ഒരു ബെല്ലിൻ്റെ ഒരു ഹെൽമെറ്റ് ഉണ്ട്. ആ ഹെൽമെറ്റാണ് റെഡ് കളർ ഹെൽമെറ്റ്, റെഡ് ആൻഡ് വൈറ്റ്. അത് വിത്ത് ആ ഒരു ഫോറസ്റ്റ് ഒരു സൈഡിലായിട്ടും പിന്നെ അതിൻ്റെ ഗോഗിൾസിൽ നമുക്കൊരു സീനറിയും കാണാം. ഇതാണ് ഞാൻ ചെറുതായിട്ട് ചെയ്യുള്ളൂ. സത്യം പറഞ്ഞാൽ ഞാൻ ഫുൾ ഹാൻഡ് ചെയ്യാനാണ് പരിപാടി പ്ലാൻ ചെയ്തത്. പക്ഷെ ആദ്യം ചെറുതി തുടങ്ങാമെന്ന് വിചാരിച്ചു. അപ്പം എന്തായിരിക്കും അവസ്ഥ? എനിക്ക് പേടിയാവുന്നത് ആലോചിക്കണ്ട. സാധാരണ നോർമൽ ഒരു പെയിൻ എല്ലാവർക്കും ബെയറബിൾ പെയിൻ ഉണ്ടാവുള്ളൂ. അത്ര ഉണ്ടാവുള്ളൂ, കുഴപ്പമുണ്ടാവില്ല. കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും ഓക്കെ ആവും. സ്റ്റാർട്ടിങ് മാത്രം ഒരു ഇത്തിരി തോന്നും. അത്രേ. ഓക്കെ.
ഓക്കെ, അപ്പോൾ നമുക്ക് പരിപാടി എന്തായാലും തുടങ്ങിയേക്കാം. ഓ ഇപ്പൊ വരുന്നുണ്ട്. ഓ സീൻ ഇത് നമ്മുടെ പരിപാടി ഇവിടെ തുടങ്ങിയത് ഏകദേശം ഹാഫ് ആയിട്ടുണ്ട് കേട്ടോ. അതെ, നമ്മളിപ്പം രജീഷ് വന്നിട്ടുണ്ട്. രജീഷിൻ്റെ ടാറ്റു അടിക്കുന്ന പറയണത് രജീഷ്, എന്നിട്ട് വേണം രജീഷിനെ വീട്ടിൽ നിന്ന് പുറത്താക്കാത്ത. അപ്പോൾ ഇത് നമ്മുടെ ടാറ്റു ഓൾമോസ്റ്റ് ഹാഫ് ആയിട്ടുണ്ട്. ഇത് കണ്ടോ, ഹാഫ് ആയിട്ടുണ്ട്. അടിഭാഗം കംപ്ലീറ്റ് ആയി. ഹാഫ് ആയല്ലേ? ആയില്ലേ, ഹാഫ് ആയില്ലേ ഓൾമോസ്റ്റ്. അപ്പോൾ ആ സാധനം ഒന്ന് കാണിച്ചാൽ ആ ഡിവൈസിനെ പറ്റി ഒന്ന് പറഞ്ഞത് എന്താ സംഭവം. ഇതാണ് പെന്നല്ലേ? പെൻ എന്നാണോ പറയണത് ഇതിന്? വയർലെസ് ആണ്, വയേർഡും ഉണ്ട്. ആ പഴയതും കൂടെ ഒന്ന് കാണിക്കുമോ? ഇവർ ശരിക്കും ടാറ്റു പണ്ട് ചെയ്തുകൊണ്ടിരുന്നത് 2 കോയിൽ വെച്ചിട്ട് ഇതിന്റെ അറ്റത്ത് നീഡിൽ വെക്കും, എന്നിട്ട് കറണ്ട് പാസ് ചെയ്യും അല്ലേ? ഇലക്ട്രിസിറ്റി പാസ് ചെയ്യുമ്പോഴത്തേക്കും അത് കിടന്ന് ഇങ്ങനെ അപ്പ് ആൻഡ് ഡൗൺ പോയിക്കൊണ്ടിരിക്കും. എന്നിട്ട് അതിൽ നീഡിൽ ഡി സി കറണ്ട് പാസ് ചെയ്യും. ഓക്കെ ഓക്കെ. അപ്പൊ ഇതായിരുന്നു പണ്ടത്തെ സാധനം കേട്ടോ. ഇതിപ്പോ മോഡേൺ സാധനം. ഇത് ചാർജബിൾ ആണ്. നമുക്കിവിടെ ചെറിയൊരു സ്ക്രീൻ ഉണ്ട്, അതിൽ ചാർജ് കാണിക്കും അല്ലേ, ബാറ്ററി ചാർജ്. പിന്നെ ഇതാണ് നീഡിലിപ്പോ നീഡില് ഓണാക്കി കണ്ട, ആ നീഡിലുണ്ട്. അത് ഇത്രയും നീഡില് നമ്മുടെ സ്കിന്നിന്റെ അകത്തേക്ക് കയറി ഇറങ്ങും. ഇത്രയും ഇത് ഫുള്ളല്ല, ഇതിന് ചെറിയൊരു ഭാഗമേ കയറുള്ളൂ കേട്ടോ. അത് ജസ്റ്റ് അത്രയും പുറത്തേക്ക് നിൽക്കുന്നേ ഉള്ളൂ. അപ്പൊ ഇതാണ് നമ്മുടെ സാധനം. ഇതിന്റെ റേറ്റ് എത്രയുണ്ട് ഏകദേശം? ഇതിന് 30,000 റുപ്പീസ് ഉണ്ട് കേട്ടോ ഈ ഒരു ഇതിന്. പിന്നെ ഇതിന്റെ നീഡില് സൈസ് മാറിക്കൊണ്ടിരിക്കും നമ്മുടെ യൂസേജ് അനുസരിച്ച്. അതായത് അവർക്ക് ലൈൻസ് ഹാർഡ് ആക്കാനും അല്ലെങ്കിൽ ഷെയ്ഡ് ചെയ്യാനും അതൊക്കെ അനുസരിച്ച് ഈ ലൈൻസ് ഈ നീഡിൽ മാറിക്കൊണ്ടിരിക്കും. ഓക്കെ, അപ്പോൾ നമ്മുടെ പരിപാടി ഇപ്പോൾ പകുതിയായി. ഇനി ചെറിയൊരു ബ്രേക്ക്, ചായ കുടി അല്ലേ അഖിൽ ബ്രോ? ചായ കുടി കഴിഞ്ഞ് ബാക്കി കണ്ടിന്യൂ കേട്ടോ. രജീഷിന്റെ മോഹം കിട്ടിയിരിക്കുന്നു. രജീഷ് ഇങ്ങനെ ഇരിക്കും കുറച്ച് കളയുമ്പോൾ കറക്റ്റ് ആച്ചിരി. രജീഷ് ഒന്ന് അടുത്തേക്ക് പിടിച്ചൊന്ന് കാണട്ടെ. അങ്ങനെയല്ല, മുഖത്ത് അടുത്ത് പിടിച്ച് സൈഡിൽ പിടിക്കുക. അല്ല, തൊട്ട് സൈഡിൽ കറക്റ്റ് ഫേസ് സെറ്റാണ്. ഞങ്ങളുടെ പരിപാടി പിന്നെയും തുടങ്ങിയിട്ടുണ്ട്. എന്തായാലും ഇനി ഏകദേശം എത്ര സമയം എടുക്കും ബ്രോ? 4 hours, 3.5 hours എടുക്കും അല്ലേ? അപ്പം നമ്മളിതിൽ കുറച്ച് കളേഴ്സ് ആഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. എൻ്റെ ആ ബെല്ലിൻ്റെ ഹെൽമെറ്റാണ്, അപ്പോൾ അതൊരു റെഡ് വൈറ്റ് ബ്ലാക്ക് ആണ്. അപ്പോൾ അതിൽ കുറച്ച് റെഡ് ആഡ് ചെയ്യാമെന്ന് വിചാരിച്ചിട്ടുണ്ട്. അതെല്ലാം കഴിഞ്ഞിട്ടാണത്. ടാറ്റു അടിച്ചു കഴിഞ്ഞ് സമയം മണി 11:45 രാത്രി 11:45. വൈകിട്ട് നമ്മൾ എത്ര മണിക്ക് തുടങ്ങിയ? 3:30 തുടങ്ങിയ പരിപാടിയാണ്. ബ്രേക്കൊക്കെ എടുത്ത് പയ്യാണ് ചെയ്ത് അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. അപ്പൊ അതെ അടുത്തോട്ട് വാ. ഇത് സാധനം നമ്മള് ഫുൾ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പൊ കാണിച്ചിട്ട് ഇനിയിപ്പോ നമുക്ക് വൈപ്പ് ചെയ്യാം. സ്ഥിരം എല്ലാ ടാറ്റും നിങ്ങൾ കാണും ഈ വൈപ്പിങ്. എങ്ങനെയുണ്ട് സാധനം? ആ ഡീറ്റെയിലിങ്ങും ആ റെഡ് കളറും. ഇത് എൻ്റെ ഹെൽമെറ്റ്, ഞാൻ പറഞ്ഞ എൻ്റെ ഹെൽമെറ്റിൻ്റെ ആ ഒരു ഡിസൈൻ അതേപോലെ വെച്ചിട്ടാണ് ഇത് ചെയ്തേക്കണേ. അപ്പോൾ എങ്ങനെയുണ്ട് സാധനം? നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ എന്തെങ്കിലും കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. പിന്നെ നമ്മുടെ അഖിൽ ബ്രോ പറഞ്ഞിട്ടുണ്ട് നമുക്ക് ഇവിടെ ഒരു ഗിവ് അവേ അല്ലേ? ഒരു ഗിവ് അവേ, അതായത് ഒരാൾക്ക് ഇവിടെ വന്ന് ഒരു ചെറിയൊരു ബേസിക് ആയിട്ടുള്ളൊരു ടാറ്റു ചെയ്യാം. അതെങ്ങനെ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. നിങ്ങൾക്ക് എന്തുകൊണ്ട് ആ ടാറ്റു ചെയ്യണം, എന്താണ് ടാറ്റു ചെയ്യേണ്ടത് ഷോർട്ടായിട്ട് എന്നിട്ട് എന്തുകൊണ്ട് നിങ്ങൾക്ക് ആ ടാറ്റു ചെയ്യണമെന്ന് കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. ഞാൻ റാൻഡമായിട്ട് ഒരാളെ പിക്ക് ചെയ്യും. അയാൾക്ക് നമ്മുടെ അഖിൽ ബ്രോ ഒരു ബേസിക് ഒരു ടാറ്റു ചെയ്ത് കൊടുക്കുന്നതായിരിക്കും. അപ്പോൾ അത് നമ്മളൊരു ചെറിയൊരു ഗിവ് അവേ. അതിപ്പോൾ പെട്ടെന്ന് ഞങ്ങൾ സംസാരിച്ചപ്പോൾ പ്ലാൻ ചെയ്തൊരു കാര്യമാണ്.
അപ്പോൾ നിങ്ങൾക്ക് ഇവരുടെ ഇൻസ്റ്റാഗ്രാം പോയി നോക്കാം. അതിൻ്റെ അകത്ത് അഖിൽ ചെയ്ത വർക്കും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. നിങ്ങൾക്ക് എന്തെങ്കിലും എൻക്വയറീസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അവരുടെ ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് ചെയ്യുക കേട്ടോ. നേറ്റീവ് ഇങ്ക് ബ്ലോഗ്. അപ്പോൾ അതാണ് അവരുടെ ഷോപ്പിൻ്റെ പേര്. അപ്പോൾ നമുക്കിനി പോവാൻ പരിപാടി കഴിഞ്ഞു. നേരെ മൾട്ടി എടുത്ത് വീട്ടിലേക്ക്. സോ കണ്ടില്ലേ, അതായിരുന്നു കേട്ടോ നമ്മുടെ ടാറ്റു. ഞാനത്തെ ടാറ്റു ഇനി കവറപ്പ് ചെയ്യണം. നമ്മൾ ഭയങ്കരമായിട്ട് ശ്രദ്ധിക്കണം. നമുക്കങ്ങനെ ചുമ്മാ ഓപ്പണായിട്ട് പൊടി അടിക്കാൻ പാടില്ല, വെയിൽ കൊള്ളാൻ പാടില്ല. നമ്മളൊരു 2 ആഴ്ചത്തേക്ക് നല്ല രീതിയിൽ നമ്മൾ കെയർ ചെയ്തിട്ടുണ്ട് കേട്ടോ ചെയ്യാൻ. സോ യെസ്, അതൊക്കെ തന്നെ നമ്മുടെ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് പ്രതീക്ഷിക്കുന്നുണ്ടോ? ഡോണ്ട് ഫർഗെറ്റ് ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് ചാനൽ. ബെല്ലൈക്കിൻ്റെ ബെല്ലൈക്കൻ ഞെക്കാം. അടുത്ത വീഡിയോ വരുമ്പോൾ ബെൽ നിങ്ങൾ അറിയിക്കുന്നതായിരിക്കും. സൈൻ ഓഫ് ചെയ്യാം. മറ്റാരുമല്ല, നിങ്ങളുടെ സ്വന്തം കൊച്ചി മച്ചാൻ. ബൈ. ഐശുകുട്ടിയുടെ കാര്യം പറയണേ. മതി മറ്റേ ഒച്ചപ്പാടൊക്കെ